ഇതൊരു വൈകുന്നേരമാണ് കേട്ടോ, ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂര്യാസ്തമയം സമയമാണ്. കഞ്ഞുണ്ണി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ പാടൊക്കെ എന്താ ഭംഗി കണ്ടോ. എൻ്റെ കുളവും പാടവും പുഴയും കുറച്ചപ്പുറത്ത് പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നേരത്തെ അധികം വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നാൽ പോയിട്ട് കഞ്ഞുണ്ണി പൊട്ടിച്ചിട്ട് വരാം. എന്നാൽ കാച്ചെണ്ണയൊക്കെ തീർന്നു, അപ്പോൾ കാച്ചാലോ എന്ന് കരുതിയിട്ട് കഞ്ഞുണ്ണി പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ കഞ്ഞുണ്ണിയുടെ പോലെ തന്നെ അപ്പുറത്തിപ്പുറത്തൊക്കെ അതേപോലെ തോന്നുന്ന ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പൊട്ടിക്കരുത്, അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരും. അപ്പോൾ നോക്കി ശ്രദ്ധിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ. മുമ്പൊക്കെ ഒരുപാട് കഞ്ഞുണ്ണി ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് കാണാനില്ല. ഇനി മഴക്കാലമൊക്കെ ആണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും. എന്നാൽ നല്ല വേനൽക്കാലം ആയിട്ടുമില്ല, എന്നാലും കുറച്ചൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ നടന്നിട്ട് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ പാടത്തിൻ്റെ അടുത്തൊരു കുളമൊക്കെ ഉണ്ട്, കണ്ടില്ലേ എന്ത് രസം നോക്കി നോക്കൂ. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ കഞ്ഞുണ്ണിയായിട്ട് എണ്ണയാണ് ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് തേക്കുക കേട്ടോ. ഒരു 15-16 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് തേക്കണത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊന്നും ആദ്യം അധികം മുടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ തലയുടെ മുകളിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് ഇങ്ങനെ ചൊട്ട കാണായിരുന്നു. ഇപ്പോൾ ഈ എണ്ണയൊക്കെ തേക്കാൻ തുടങ്ങിയപ്പോൾ നല്ല മുടിയായി കേട്ടോ. ഇപ്പോൾ അങ്ങനെ ചൊട്ടയും കഷണ്ടിയും ഒന്നും കാണാനില്ല. അതേപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടംപോലെ മുടിയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഉള്ള മുടി നല്ല കനം വേണമല്ലോ, അതിലല്ലേ കാര്യം. പിന്നെ അവർ വെട്ടിക്കളയുന്നതാണ്, ഓരോ സ്റ്റൈലൊക്കെ വരുമ്പോൾ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ വെട്ടിക്കളയും. പിന്നെ എണ്ണ തേക്കും, അങ്ങനെ വീണ്ടും മുടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ പൊട്ടിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിത് കാച്ചി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെയാണ് എണ്ണ കാച്ചുക എന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഞ്ഞുണ്ണി വേണം, പിന്നെ കുറച്ച് മൈലാഞ്ചിയുടെ ഇല, കുറച്ച് തുളസിപ്പൂവ്, തെച്ചിപ്പൂവ്, പിന്നെ കുറച്ച് ചെമ്പരത്തി മുട്ട്, ചെമ്പരത്തിയുടെ ഇല, ഇതൊക്കെ വേണം കേട്ടോ. പിന്നെ അതേപോലെ കറ്റാർവാഴയും വേണം കേട്ടോ. അപ്പോൾ ഇതാ കഞ്ഞുണ്ണിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറ്റാർവാഴയുടെ ജെല്ലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ടാണത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 2 ലിറ്ററോളം എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരപ്പ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇങ്ങനെ തിളക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു അരപ്പ് മണൽ പരുവത്തിലാവണം കേട്ടോ. അങ്ങനെ പിരിവിരുന്നനാവും, അതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വേനൽക്കാലമാണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം കേട്ടോ തണുപ്പിന്. അപ്പോൾ ഇപ്പം അത് ചേർത്തിട്ടില്ല. അപ്പോൾ അതാ എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട്. താരൻ്റെ മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ, മുടി സമൃദ്ധമായിട്ട് വളരും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.